ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന ചാപ്റ്റർ ന്യൂ SCERT ബേസിക് സയൻസ് 5th സ്റ്റാൻഡേർഡിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. 8ാമത്തെ ചാപ്റ്റർ ജന്തുജാലങ്ങൾ. ബാക്കി 7 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാണാത്തവർ പ്ലേലിസ്റ്റ് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും ഞാൻ കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് പാഠം നോക്കാം. ആദ്യം തന്നെ കുട്ടികളെല്ലാവരും കൂടെ ഒരു മാവിൻ്റെ ചോട്ടിലിരുന്നുള്ളൊരു കോൺവെർസേഷനാണ്. അപ്പം ഒരാൾ ചോദിക്കുന്നു, ഈ മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നതെന്ന്. അപ്പം ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. എന്താണ്? ചില പ്രാണികളുടെ മുട്ട വിരിഞ്ഞാണ് പുഴു ഉണ്ടാകുന്നത്. കുറേ പ്രാണികളുടെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് കുഴിയാനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ആൻറ്റയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാവയാണ് കുഴിയാന. ആൻറ്റയൺ ലേസ്വിങ് എന്ന ഒരിനം ചിറകുള്ള പ്രാണിയുടെ ലാവയാണ് കുഴിയാന. പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള ചെറുപ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും ഇതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആയിരിക്കും അല്ലേ, ഈ ആൻറ്റയൺ ലേസ്വിങ്ങിൻ്റെ ലാർവയാണ് കുഴിയാന എന്നുള്ളത്. ഓക്കെ, അപ്പം എന്താണ്? പൂഴിമണ്ണിൽ ഫണലിൻ്റെ ആകൃതിയിൽ കുഴിയുണ്ടാക്കി ഉറുമ്പ് പോലുള്ള പ്രാണികളെ ഭക്ഷിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഉറുമ്പിനെ പിടിക്കുന്നത് കൊണ്ട് ഇംഗ്ലീഷിൽ ആൻറ്റ് ലയൺ എന്നാണ് കുഴിയാനകൾക്ക് പേര്. അപ്പം കുഴിയാനയുടെ ഇംഗ്ലീഷിലെ പേരെന്താണ്? ആൻറ്റ് ലയൺ. ഈ ലാർവ മൺതരികളും നേർത്ത നൂലുകളും ഉപയോഗിച്ച് ഒരു കൂടുണ്ടാക്കി പ്യൂപ്പയായി മാറുന്നു. ആരാണ്? ഈ കുഴിയാന. നേർത്ത മൺതരികളും നേർത്ത നൂലും ഉപയോഗിച്ച് കൂടുണ്ടാക്കിയിട്ട് എന്തായി മാറുന്നു? ഒരു പ്യൂപ്പയായി മാറുന്നു. പ്യൂപ്പയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചാണ് പ്രാണി ഉണ്ടാകുന്നത്. അപ്പം കുഴിയാനയ്ക്ക് മാറ്റം സംഭവിച്ചുണ്ടാകുന്ന പ്രാണിക്ക് എന്താണ് പറയുന്നത്? ആൻറ്റ് ലയൺ ലേസ്വിങ് എന്നാണ് പറയുന്നത്. ഓക്കെ, നോക്കിയേ, ആദ്യമേ മുട്ടയിടുന്നു. മുട്ടയിട്ട് അത് ലാവയാവുന്നതാണ് കുഴിയാന. കുഴിയാന പിന്നീട് എന്താകുന്നു? മണൽത്തരികളും നേർത്ത നൂലും ചേർന്ന് പ്യൂപ്പയാകുന്നു. അത് അവസാനം എന്തായി മാറുന്നു? ആൻറ്റ് ലയൺ ലേസ്വിങ് ആയി മാറുന്നു. മുട്ട പിരിഞ്ഞുണ്ടാകുന്ന കുഴിയാനയ്ക്ക് അതിൻ്റെ മാതൃജീവിയോട് സാദൃശ്യമുണ്ടോ? ഒരു സാദൃശ്യവും ഇല്ല അല്ലേ. കുഴിയാനയ്ക്ക് പിന്നീട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണ്? കുഴിയാൻ എന്താകുന്നു? പ്യൂപ്പയാകുന്നു. പിന്നീട് വളർച്ചയെത്തിയ ഒരു പ്രാണിയാകുന്നു, ആൻറ്റ് ലയൺ ലേസ്വിങ്. ഓക്കെ, ഇനി രൂപാന്തരണത്തിനെ കുറിച്ച് പറയുകയാണ്. മെറ്റാമോർഫിസ്. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെ രൂപാന്തരണം എന്നാണ് പറയുന്നത്. അപ്പം ചില ജീവികൾക്ക് മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. ചിലർക്ക് സാദൃശ്യം ഉണ്ടാവില്ല അല്ലേ. ഇപ്പം നമ്മൾ ബട്ടർഫ്ലൈ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്യൂപ്പയും മാതൃജീവിയായിട്ട് വല്ല സാദൃശ്യമുണ്ടോ? ഇല്ല. ഇപ്പം കുഴിയാനെ എടുത്തു കഴിഞ്ഞാലുണ്ടോ? ഇല്ല. അപ്പം ചിലതിന് സാദൃശ്യമുണ്ടായില്ല. ഇനി എന്താവും? മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാവ വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്ന് മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. പതുക്കെ പതുക്കെ സാദൃശ്യമുള്ളതായി മാറും. ഈ മാറ്റത്തെയാണ് രൂപാന്തരണം അഥവാ മെറ്റമോർഫോസിസ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, പാറ്റയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പാറ്റ മുട്ടയിട്ടിട്ട് പാറ്റയുടെ കുഞ്ഞിനെ എന്താണ് നമ്മൾ പറയുന്നത്? നിംഫ് എന്നാണ് പറയുന്നത്. നിംഫ്. ഓക്കെ, നിംഫ് പിന്നീട് എന്താകുന്നു? പൂർണ്ണ വളർച്ചയെത്തിയൊരു പാറ്റയാകുന്നു. എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? നിംഫ് എന്നാണ് ഇവയെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളയുന്നു. അപ്പം നിംഫ് പലതവണ ഇതിൻ്റെ പുറംചട്ട പൊഴിച്ചു കളഞ്ഞിട്ടാണ് പൂർണ്ണ വളർച്ചയെത്തിയ ഒരു പാറ്റയായിട്ട് മാറുന്നത്. പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റു സസ്യഭാഗങ്ങളും ആഹാരമാക്കുന്നു. അപ്പം പ്രാണികളുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന പുഴുക്കൾ ഇലകളും മറ്റ് സസ്യഭാഗങ്ങളും എന്താകുന്നു? ആഹാരമാകുന്നു. അതിനാൽ ഇവ പലതും കൃഷിയെ ദോഷകരമായി ബാധിക്കാറുണ്ട്. ഓക്കെ, ഇത്തരം പുഴുക്കളെയും കീടങ്ങളെയും അകറ്റാൻ കർഷകർ പല മാർഗങ്ങളും സ്വീകരിക്കുന്നു. ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചിലയിനം കീടാണുക്കളെ അകറ്റും. അപ്പം ചെണ്ടുമല്ലി ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ എന്ത് ചെയ്യും? ചിലയിനം കീടങ്ങളെ അകറ്റും. ഇവിടെ കൃഷി ഓഫീസർ കർഷകൻ്റെ അടുത്ത് പറയുന്നു, ഇടയിൽ ചെണ്ടുമല്ലി വളർത്തിയാൽ കീടബാധ കുറയ്ക്കാമെന്ന്. ഓക്കെ, അപ്പം എന്തായിരിക്കും ചെണ്ടുമല്ലിയെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തു? പൈറത്തേൻ ലിമോനൈൻ. ഇത് ഇങ്ങനെയാണ് ആ രാസവസ്തുവിൻ്റെ പേര്. പൈറത്തേൻ ലിമോനൈൻ. അറിയാത്തവർ ഒന്ന് എഴുതിയെടുത്തേക്കുക കേട്ടോ. പൈറത്തേൻ ലിമോനൈൻ. ഇത് രണ്ടുമാണ് ചെണ്ടുമല്ലി ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തു. ഇതുപോലെ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട് ചർച്ച ചെയ്യുമെന്ന് കുട്ടികളടുത്ത് പറഞ്ഞേക്കുന്നു. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണമാണ് തണ്ടുതുരപ്പൻ പുഴു. കാർഷിക വിളകൾക്ക് ദോഷം ചെയ്യുന്ന കീടങ്ങൾക്ക് ഉദാഹരണമാണ് തണ്ടുതുരപ്പൻ പുഴു. വേറെന്തിനെയൊക്കെ പറയാം നമുക്ക് കീടങ്ങൾക്ക്? കൊമ്പൻ ജെല്ലി ഉണ്ടല്ലേ, തെങ്ങിനൊക്കെ കയറി നശിപ്പിക്കുന്ന കൊമ്പൻ ജെല്ലിയുണ്ട്. തെങ്ങോലപ്പുഴുണ്ട്. പിന്നെ ഈ ഇലചുരുട്ടിപ്പുഴു ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. എന്തൊക്കെയുണ്ട്? തണ്ടുതുരപ്പൻ പുഴു,
ഇലചുരുട്ടിപ്പുഴു, തെങ്ങോലപ്പുഴു, കൊമ്പൻ ചെല്ലി ഇതൊക്കെ കീടങ്ങൾക്ക് എക്സാമ്പിളാണ്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ചില സുഗന്ധവ്യഞ്ജനങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. ഏലക്കയും കുരുമുളകും ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ കൊടുത്തിരിക്കുന്നു. ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ അല്പം സുഗന്ധവ്യഞ്ജനങ്ങളും ഇടാറുണ്ട്. ഇത് എന്തിനായിരിക്കും കീടങ്ങളൊന്നും കയറി ചീത്തയാവാതിരിക്കാൻ അല്ലേ. അപ്പം കീടങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി ഈ ചെടികൾ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. അപ്പം കീടങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനായിട്ട് ഈ ചെടികൾ ഏതാണ്, ഏലവും കുരുമുളകും ഗ്രാമ്പും കറുവപ്പട്ടയൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളാണ് അവയെ സുഗന്ധവ്യഞ്ജനങ്ങളാക്കുന്നത്. ഓക്കെ, ഇനി പുഴുക്കളെക്കുറിച്ച് പറയുവാണേ. പുഴുക്കൾ ഉപദ്രവകാരികൾ മാത്രമാണോ? അവ പറയുന്നത് നോക്കൂ. അപ്പം പുഴുക്കൾക്കും എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്, കേട്ടാലോ. ഞങ്ങളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. ഞങ്ങളില്ലെങ്കിൽ അവയ്ക്ക് നിലനിൽപ്പില്ല. അപ്പം പുഴുവില്ലെങ്കിൽ കുറേ ജീവികൾക്ക് നിലനിൽപ്പില്ല, അവർക്ക് ആഹാരം ഇല്ലാതായി പോവും അല്ലേ. ഇനി ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളെയും തിന്ന് ഞങ്ങൾ പരിസരം വൃത്തിയാക്കുന്നു. അപ്പം പരിസരം വൃത്തിയാക്കുന്നതും മെയിൻ റോൾ ആർക്കുണ്ട്? പുഴുക്കൾക്കുണ്ട്. ഞങ്ങളിൽ നിന്നുണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുന്നു. അപ്പം പരാഗണം നടത്താനും പരിസരം വൃത്തിയാക്കാനും പിന്നെ മറ്റുള്ളവയ്ക്ക് ആഹാരമാകാനും ഒക്കെ എന്ത് വേണം? പുഴുക്കൾ വേണം. ശരി, പ്രാണികൾ ഭക്ഷണത്തിന്. ലോകത്തിലെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ പുൽച്ചാടി, പുഴു, വണ്ട്, തേൾ, ഉറുമ്പ് തുടങ്ങിയ പ്രാണികളെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. നമ്മൾ ഈ ചൈനക്കാരുടെയൊക്കെ വീഡിയോസൊക്കെ കാണുമ്പം നമുക്ക് അറിയാലേ, അവർ ഈ ഈയാമ്പാറ്റയും പുഴുക്കളയും ഇതെല്ലാത്തിനെയും പിടിച്ച് ഫ്രൈ ആക്കി കഴിക്കുന്നത്, നമ്മൾ ചിപ്സൊക്കെ കഴിക്കുന്നത് പോലെ. അപ്പം പുൽച്ചാടിയെയും പുഴുവിനെയും വണ്ടിനെയും തേളിനെയും ഉറുമ്പിനെയും ഒക്കെ പല പ്രദേശങ്ങളിലും ജനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. മാംസ്യം, ജീവകങ്ങൾ തുടങ്ങിയ പോഷകഘടകങ്ങളുടെ നല്ല സ്രോതസ്സാണ് ചെറുപ്രാണികൾ. ഓക്കെ, അപ്പം ഒരു ചുമ്മാ ഒന്നുമല്ല ഇതെടുത്ത് കഴിക്കുന്നതല്ലേ. വൈറ്റമിൻസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ ഒരു മേജർ സോഴ്സാണ് ഈ ചെറുപ്രാണികളെന്ന് പറയുന്നത്. നമുക്കിതുവല്ല അറിയുമോ? കുറഞ്ഞ ചെലവിൽ മാംസ്യം ലഭിക്കുന്നതിനാൽ ഭക്ഷണത്തിനായി ഇവയെ വളർത്തുന്ന രീതിയും ചില പ്രദേശങ്ങളിലുണ്ട്. അപ്പം കുറഞ്ഞ ചിലവേ ഉള്ളൂ, നല്ല പ്രോട്ടീനും വൈറ്റമിൻസും കിട്ടും. അതുകൊണ്ട് ഭക്ഷണത്തിനായി ഇവയെ കുറേ ആളുകൾ എന്ത് ചെയ്യുന്നു? വളർത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി നോക്കിയേ, വർണ്ണച്ചിറകുള്ള പ്രാണികൾ. പ്രാണിക്കുടുംബത്തിലെ ഒരു വിഭാഗമാണ് ചിത്രശലഭങ്ങൾ. അത് നമുക്കറിയാം അല്ലേ. ചിത്രശലഭത്തിൻ്റെ പേര് കൊടുത്തേക്കുന്നത് നോക്കൂ. വരയൻ കടുവ, വിലാസിനി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എക്സാമിന് വരുമ്പോൾ നമ്മൾ വിചാരിക്കും വല്ല കടുവയുടെയും പേരാണ്. അപ്പം വരയൻ കടുവ എന്ന് പറഞ്ഞാൽ കടുവയല്ല, എന്താണ്? ചിത്രശലഭത്തിൻ്റെ പേരാണ്. വരയൻ കടുവ, വിലാസിനി. വിലാസിനി അടുത്ത വീട്ടിലെ ചേച്ചി ഒന്നുമല്ല, ആരാണ്? ചിത്രശലഭത്തിൻ്റെ പേരാണ് വിലാസിനി. നോക്കിയേ, താഴോട്ട് നോക്കിയേ. ചില ശലഭങ്ങൾ ചില പ്രത്യേക സസ്യങ്ങളിലാണ് മുട്ടയിടുന്നത്. ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. ചില ചെടികളിലാണ് ചില പ്രത്യേകതരം ശലഭങ്ങൾ മുട്ടയിടുന്നത് അല്ലേ. അപ്പം ആ ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം എന്താണ്? ആ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മൾ കറിയാപ്പൊക്കെ നട്ടു വയ്ക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്താ പറ്റും? ഇത് മൊത്തം വന്ന് നമ്മൾ ഒരു ദിവസം കുറച്ച് ദിവസം നോക്കാതിരുന്നു വന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറ്റും? ഇലയൊന്നും ഇല്ലാതെ നിൽക്കുന്ന കാണാം അല്ലേ. അപ്പം ശലഭപ്പുഴുക്കളുടെ ഭക്ഷണം ഈ സസ്യത്തിൻ്റെ ഭാഗങ്ങളാണ്. നോക്കിയേ, നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി. കണ്ടോ, ആ പേര് ചെടികളുമായിട്ട് സാമ്യം വരുന്നതുണ്ടോ ചിത്രശലഭത്തിൻ്റെ പേരിന്? അപ്പം ഈ ചെടികളിലാണ് ഇതെല്ലാം മുട്ടയിട്ട് വളരുന്നത്. അതുകൊണ്ടാണ് നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി എന്നൊക്കെ പേര് വന്നത്. അപ്പം എന്തൊക്കെയാണ് ഏതൊക്കെ ചിത്രശലഭങ്ങളെ നമ്മൾ പഠിച്ചത്? വരയൻ കടുവ, വിലാസിനി, നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി. ഇവയെല്ലാം എന്തത്തിൻ്റെ പേരാണ്? ചിത്രശലഭങ്ങളുടെ പേരാണ്. ചിലപ്പം കൂട്ടത്തിൽ പെടാത്ത ഏതെന്നൊക്കെ വെച്ചായിരിക്കും നമുക്ക് ചിലപ്പം ചോദിക്കുക. ഏതൊക്കെയാണ്? നാരകശലഭം, അരളിശലഭം, വെള്ളിലത്തോഴി, എരുക്കുതപ്പി, വരയൻ കടുവ, വിലാസിനി. ഇനി ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങളും ലാർവയ്ക്ക് ഭക്ഷണത്തിനായുള്ള സസ്യങ്ങളും വേണം അല്ലേ. അപ്പം ശലഭങ്ങളുടെ നിലനിൽപ്പിന് ശലഭങ്ങൾക്ക് എന്താ വേണം? തേൻ വേണം അല്ലേ. അപ്പം ശലഭങ്ങളുടെ നിലനിൽപ്പിന് തേൻ കുടിക്കാനുള്ള സസ്യങ്ങൾ വേണം, നെക്ടർ പ്ലാന്റ്സ് വേണം. ലാർവയ്ക്കാണെങ്കിലോ ഭക്ഷണത്തിനായുള്ള സസ്യങ്ങളും വേണം അല്ലേ. ആ ഇലയും ഇതുമൊക്കെ ഭക്ഷിച്ചാലേ ലാർവ ജീവിക്കുന്നത്. അപ്പം ലാർവയ്ക്ക് ഭക്ഷണത്തിനുള്ള സസ്യങ്ങളും വേണം, ആ ഹോസ്റ്റ് പ്ലാന്റ്സും വേണം. ഓക്കെ, ഈ 2 തരം സസ്യങ്ങളുമായുള്ള ഉദ്യാനമാണ് ശലഭോദ്യാനം. ഈ 2 തരം സസ്യങ്ങളായിട്ടുള്ള ഉദ്യാനത്തിന് എന്തെന്ന് പറയും? ശലഭോദ്യാനം എന്ന് പറയും. ഓക്കെ, ഇനി നിശാശലഭങ്ങളെക്കുറിച്ച് പറയുന്നു. ശലഭങ്ങളെ എപ്പോഴൊക്കെയാണ് കാണുന്നത്? നമ്മളെപ്പോഴും കാണാറുണ്ട് അല്ലേ. രാത്രികാലങ്ങളിൽ കാണാറുണ്ടോ? എന്താണ് അവയുടെ സവിശേഷതകൾ? അപ്പം രാത്രികാലങ്ങളിൽ കാണപ്പെടുന്ന ശലഭങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. എന്തെന്ന് പറയാം അവനെ? നിശാശലഭങ്ങളെന്ന് പറയും, മോത്ത് എന്ന് പറയും. ഓക്കെ, രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെപ്പോലെ ഇവയ്ക്കും
ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. അപ്പം ഭയങ്കര കളർഫുള്ളൊന്നും ആയിരിക്കത്തില്ല നിശാശലഭങ്ങൾ. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണുള്ളത്. എന്താണുള്ളത്? തൂവൽ പോലുള്ള സ്പർശിനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്ന് എന്തുൽപ്പാദിപ്പിക്കുന്നുണ്ട്? സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ആ കൊക്കൂണിൽ നിന്ന്. ഓക്കെ, ഏതിൻ്റെ? ആ നിശാശലഭത്തിൻ്റെ ലാർവയുണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നു? പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പം രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെപ്പോലെ ഇവയ്ക്ക് മിക്കതിനും വർണ്ണഭംഗി ഉണ്ടാകാറില്ല. ചില നിശാശലഭങ്ങൾക്ക് തൂവൽ പോലുള്ള സ്പർശിനികളാണ് ഉള്ളത്. ഓക്കെ, തൂവൽ പോലുള്ള സ്പർശിനികളാണുള്ളത്. ഒരു തരം നിശാശലഭത്തിൻ്റെ ലാർവ ഉണ്ടാക്കുന്ന കൊക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി വെങ്കടനീലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എന്താണ് വെങ്കടനീലി? ബ്ലൂ ടൈഗർ മോത്ത്. എന്താണ്? ബ്ലൂ ടൈഗർ മോത്ത്, വെങ്കടനീലി. പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കടനീലി. ഓക്കെ, പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭം ഏതാണ്? വെങ്കടനീലി. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. പലപ്പോഴും ഇവയെ ചിത്രശലഭങ്ങളായി തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ ഇവയുടെ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. അപ്പം വെങ്കടനീലി എന്താണ്? നിശാശലഭമാണ്. അതിനെന്ത് എപ്പോഴും കാണാം? പകലും കാണാം, കുറച്ച് ചെറുതായിട്ട് കളർഫുള്ളുമാണ്. ഓക്കെ, അപ്പം പകൽ നേരങ്ങളിൽ കാണുന്ന നീല നിറമുള്ള ശലഭമാണ് വെങ്കടനീലി. പകൽ കാണുന്നതും നീല നിറവും ഒഴിച്ചാൽ മറ്റ് സവിശേഷതകൾ നിശാശലഭങ്ങളുടേതാണ്. ഓക്കെ, അതുകൊണ്ട് ഇവയെ നിശാശലഭങ്ങളുടെ കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. ഏത് മരം? വെങ്കണമരം. വെങ്കണമരത്തിൻ്റെ ഇലകളിൽ മുട്ടയിടുന്നത് കൊണ്ടാണ് ഈ പേര് വന്നത്. അപ്പം നമുക്ക് ചിത്രശലഭവും നിശാശലഭവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നോക്കിയാലോ? ഒന്ന് നമുക്ക് സമ്മറൈസ് ചെയ്യാം. അപ്പം ചിത്രശലഭത്തിനെ പകൽ കാണുന്നു, നിശാശലഭങ്ങളാണെങ്കിലോ രാത്രികാലത്താണ് സജീവമാകുന്നത്. ഓക്കെ, ഇനി നിശാശലഭങ്ങളിൽ സിൽക്ക് കൊക്കൂണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അല്ലേ? ലാർവ ഉണ്ടാകുന്ന കൊക്കൂണിൽ നിന്നാണ് സിൽക്ക് ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ചിത്രശലഭങ്ങളിൽ അങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ല. ഇനി ചിത്രശലഭങ്ങൾ ഭയങ്കര വർണ്ണശബളമാണ് അല്ലേ? കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാനായിട്ട്. നിശാശലഭമോ അത്ര ഭംഗിയൊന്നുമില്ല കാണാൻ. ഓക്കെ, ഇനി ഒരു പ്രത്യേകതയാണ് ഈ നിശാശലഭങ്ങൾ ചിറക് വിടർത്തി വെച്ചാണ് വിശ്രമിക്കുന്നത്. ഓക്കെ, നമ്മുടെ ചിത്രശലഭങ്ങളാണെങ്കിൽ ചിറക് കൂട്ടിച്ചേർത്ത് വെച്ചിരുന്നിട്ടാണ് വിശ്രമിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ഭാഗത്തേക്ക് പോയാലോ? ചെറുജീവികളുടെ ലോകം. കുറച്ച് ജീവികളെയൊക്കെ കൊടുത്തിരിക്കുന്നു. എന്നിട്ട് കുട്ടികളെടുത്ത് എൻ്റെ പേരൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് സയൻസ് ഡയറിക്കകത്ത്. ഇനി ഉറുമ്പുകൾ, ചിറകുള്ള ഉറുമ്പുകൾ. ഇനി ഞങ്ങൾക്കും പറക്കാം. ഉറുമ്പ് പറയുകയാണ് കേട്ടോ. നിങ്ങൾ ചിറകുള്ള ഉറുമ്പുകളെ കണ്ടിട്ടുണ്ടോ? എപ്പോഴാണ് ഉറുമ്പുകൾക്ക് ചിറക് മുളയ്ക്കുന്നത്? എപ്പോഴാണ് നിങ്ങൾക്കറിയാവോ? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. അപ്പോഴെപ്പോഴാണ് ചിറക് മുളയ്ക്കുന്നത്? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരുന്നു. ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. മനസ്സിലായോ? പ്രത്യുൽപാദന ധർമ്മം നിർവഹിക്കുന്ന ആൺ പെൺ ഉറുമ്പുകൾ എന്തോ ചെയ്യും? കൂട്ടിൽ നിന്ന് ചിറക് മുളച്ച് പുറത്തു വരും. എന്നിട്ട് ഇവ മറ്റൊരു കൂട്ടിലെ ആൺ പെൺ ഉറുമ്പുകളുമായി ഇണചേരുകയും പുതിയ കൂടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഓക്കെ, അവർ വേറെ ഫാമിലി സെറ്റ് ചെയ്യും പോയി ചിറക് മുളച്ചിറങ്ങി വന്നിട്ട്. ഇനി സമൂഹമായി ജീവിക്കുന്ന മറ്റേതൊക്കെ ജീവികളെ നമുക്കറിയാം. ചിതലുണ്ടല്ലേ? ചിതൽ കോളനി ആയിട്ടാണ് താമസിക്കുന്നത്. അതേപോലെ തന്നെ തേനീച്ചയൊക്കെ സമൂഹമായിട്ടല്ലേ ജീവിക്കുന്നത്. ഇനി പ്രാണികളുടെ ശരീരഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സ്പർശിനികളുണ്ട് അല്ലേ? ആൻറ്റിന പോലെ ഇരിക്കുന്ന സാധനം സ്പർശിനികൾ. കാലുകൾ, ചിറകുകൾ, കണ്ണുകൾ എന്നിവയെല്ലാം പ്രാണികൾക്കുണ്ട്. അതും കുട്ടികളെടുത്ത് ആക്ടിവിറ്റി കൊടുത്തിരിക്കുകയാണ്. ഇനി മത്സ്യങ്ങളെക്കുറിച്ച് പറയുന്നു. ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലങ്ങൾ നിങ്ങൾ പഠിച്ചതാണല്ലോ. എന്തെല്ലാമാണവ? ഓക്കെ, മുട്ട വിരിഞ്ഞാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നത്. കേരള തീരങ്ങളിൽ ജൂൺ ജൂലൈ മാസങ്ങളിൽ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നു. എന്തിനാണ്? മത്സ്യങ്ങളുടെ പ്രജനനം നടക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഓക്കെ, ചില മത്സ്യങ്ങൾ അവയുടെ ശരീരത്തിനുള്ളിൽ വെച്ച് മുട്ട വിരിക്കുന്നു. ഇത്തരം മത്സ്യങ്ങൾക്ക് ഉദാഹരണമാണ് സ്രാവ്. പിന്നെ എന്തൊക്കെ പറയാം നമുക്ക്? ഉദാഹരണം ഗപ്പി പറയാം. ഗപ്പി, മോളി എന്നൊക്കെ പറയുന്ന മത്സ്യങ്ങൾ പിന്നെ ശരീരത്തിനുള്ളിൽ മുട്ട വിരിയിച്ചാണ് മത്സ്യക്കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇനി ഊത്തകയറ്റം. എന്താണ് ഊത്തകയറ്റം? ജൂൺ മാസത്തിൽ കാലവർഷം എത്തുന്നതോടെ പ്രജനനം നടത്തുന്നതിനായി മത്സ്യങ്ങൾ കൂട്ടമായി കൈത്തോടുകൾ, വയലുകൾ, ചെറുതടാകങ്ങൾ, കായലുകൾ തുടങ്ങിയ ജലാശയങ്ങളിലേക്ക് നടത്തുന്ന യാത്രയാണ്
ഊത്തകയറ്റം എന്ന് അറിയപ്പെടുന്നത്. അപ്പം പ്രജനനത്തിന് വേണ്ടിയിട്ട് ഇവർ തോടുകളിലും വയലുകളിലും വെള്ളമുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ പോകുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഊത്തകയറ്റം എന്നറിയപ്പെടുന്നത്. മുട്ടയിടുന്നതിനായി മത്സ്യങ്ങൾ ദേശാടനം നടത്തുന്ന ഈ സമയത്ത് അവയെ പിടികൂടുന്നത് മത്സ്യസമ്പത്ത് കുറയാൻ ഇടയാക്കും. ഈ സമയത്തെ മീൻപിടുത്തം നിയമവിരുദ്ധമാണ്. അതുകൊണ്ടാണ് നമുക്ക് ജൂൺ ജൂലൈയിലൊക്കെ ട്രോളിംഗ് ഏർപ്പെടുത്തുന്നത്. ഓക്കെ, ചിത്രത്തിലെ മത്സ്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണല്ലോ. ഓക്കെ, ഇപ്പം മുഷിയുടെയും മത്തിയുടെയൊക്കെ ചിത്രം കൊടുത്തിരിക്കുന്നു. ഇനി ഉഭയജീവികൾ അഥവാ ആംഫിബിയൻസിനെ കുറിച്ച് പറയുന്നു. ദാണ്ടെ രണ്ടുപേർ അവിടെ നിൽക്കുന്നുണ്ടോ കുളത്തിൻ്റെ കരയിൽ. അപ്പം പെൺകുട്ടി പറയുന്നത് എന്താണ്, നമ്മുടെ ആമ്പൽക്കുളത്തിൽ ഇതാ നിറയെ മീൻ. അപ്പം അവൻ പറയുന്നു അത് മീനല്ല, അത് വാൾമാക്രികളാന്ന് പറയുന്നു അല്ലേ. അപ്പോൾ വാൾമാക്രികളെ കണ്ടാൽ എന്തോ പോലെ ഇരിക്കും, മുട്ട വിരിഞ്ഞ് വരുന്ന വാൾമാക്രി കണ്ടു കഴിഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും, മീൻ പോലെ ഇരിക്കും അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ഉഭയജീവികൾ? ജലത്തിലും കരയിലും ജീവിക്കാൻ കഴിവുള്ള ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ജീവിതചക്രത്തിൻ്റെ ആരംഭഘട്ടം ഇവ എന്തായിരിക്കും, പൂർണ്ണമായും ജലത്തിലായിരിക്കും കഴിയുന്നത്. എന്നിട്ട് വളർച്ചയെത്തി കഴിയുമ്പം കരയിലും വെള്ളത്തിലും സജീവമായിരിക്കും. അപ്പം കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയുന്ന ജീവികളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഉഭയജീവികൾ എന്ന് പറയുന്നത്. ഓക്കെ, തവളയാണ് ബെസ്റ്റ് എക്സാമ്പിൾ. അപ്പം ജീവിത ചക്രത്തിൻ്റെ ആദ്യഘട്ടം പൂർണ്ണമായി ജലത്തിലാണ്. വളർച്ചയെത്തിയാൽ ഞങ്ങൾ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്നു. ഞങ്ങളെ ഉഭയജീവികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങൾ നട്ടലുള്ളവരാണ്. എന്താണ്, നട്ടലുള്ളവരാണ്. ഓക്കെ, ഇനി ഏതാണ്ട് ഒരു ചിത്രം കൊടുത്തി നോക്കിയേ. സിസിലിയനുകൾ. എന്താണ് സിസിലിയൻസ്? കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവി വിഭാഗമാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എന്താണ്, സിസിലികൾ അല്ലെങ്കിൽ കുരുടികൾ. ഓക്കെ, കണ്ണുകൾ സുതാര്യമായ ത്വക്കുകൾ കൊണ്ട് മൂടിയിരിക്കും. അപ്പോൾ ഈ കുരുടികളുടെ കണ്ണുകൾ എന്തായും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ പോലത്തെ ഇതുകൊണ്ട് ഇങ്ങനെ മൂടിയിരിക്കും. കണ്ണുകൾ സുതാര്യമായ ത്വക്ക് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. അപ്പോൾ എന്താണ്, കേരളത്തിൽ കണ്ടുവരുന്ന മറ്റൊരു ഉഭയജീവിയാണ് സിസിലിയനുകൾ. പ്രാദേശികമായി ഇവ കുരുടികൾ എന്നും അറിയപ്പെടുന്നു. കണ്ണുകൾ സുതാര്യമായ ത്വക്ക് കൊണ്ട് മൂടിയിരിക്കും. പലപ്പോഴും ഇവയെ പാമ്പുകളായി തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി നോക്കേ, ഉരകങ്ങൾ, റെപ്റ്റൈൽസ്. എന്താണ് ഉരകങ്ങൾ? ഉരസ് കൊണ്ട് ഗമിക്കുന്നതിനെയാണ് നമ്മൾ ഉരകം എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം എന്താണ് ഉരകങ്ങൾ പറയുന്നത്, എന്താ, ഞങ്ങളെല്ലാം മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. എന്താണ്, മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നവരാണ്. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. ഉരകവർഗത്തിൽപ്പെട്ട ജീവികളാണ് പാമ്പുകൾ. വിഷമില്ലാത്ത പാമ്പിന് ഉദാഹരണം എന്താണ്, ചേര. ഇനി വിഷപ്പാമ്പുകളെക്കുറിച്ച് പറയുന്നു. കേരളത്തിൽ സാധാരണയായി കാണുന്ന വിഷപ്പാമ്പുകളെ തിരിച്ചറിയാനുള്ള സൂചനകൾ നോക്കൂ. അപ്പോൾ നമുക്ക് പാമ്പിനെ കണ്ടാൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പം ആദ്യത്തെ തന്നെ മൂർഖനെക്കുറിച്ച് പറഞ്ഞിരിക്കുക. വികസിപ്പിക്കാവുന്ന പത്തിയും അതിൻ്റെ പിൻഭാഗത്ത് പരസ്പരബന്ധിതമായ 2 വളയങ്ങളും, കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങൾ. അപ്പോൾ എങ്ങനെയാണ് മൂർഖനെ തിരിച്ചറിയുന്നത്? പത്തി ഇങ്ങനെ അങ്ങ് വിടരും അല്ലേ, വികസിപ്പിക്കാവുന്ന പത്തി. അതിൻ്റെ പിൻഭാഗത്ത് എന്താണ്, പരസ്പരബന്ധിതമായ 2 വളയങ്ങൾ. കണ്ടില്ലേ 2 വളയങ്ങൾ. കഴുത്തിന് താഴെ കുറുകയായി വീതിയുള്ള 2 വളയങ്ങൾ. കഴുത്തിന് താഴെ കുറുകയായിട്ട് വീതിയുള്ള 2 വളയങ്ങൾ. അതിന് ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നമ്മൾ എന്താ വിചാരിച്ചോണം, അത് മൂർഖനാണ്. ഓക്കെ, ഈ രാജവെമ്പാലയെ നോക്കിയ രാജവെമ്പാല പത്തിയിൽ തെളിഞ്ഞു കാണുന്ന അടയാളം എന്തടയാളമാണ്? വി തിരിച്ചിടുന്ന പോലെ ഒരു അടയാളം കണ്ടോ, വി തിരിച്ചിട്ടാക്കുന്ന പോലെ ഒരു അടയാളം. 5 മീറ്റർ വരെ നീളം, ഒരു സാരിയുടെ നീളമുണ്ട്. ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ. മുൻഭാഗത്ത് എന്തുണ്ട്, വളയങ്ങളുണ്ട്. മുൻഭാഗത്ത് വളയങ്ങൾ. മൂർഖൻ്റെ ആണെങ്കിലോ കഴുത്തിന് താഴെ കുറുകയായിട്ടാണ് വീതിയുള്ള 2 വളയങ്ങൾ. ഇവൻ്റെ മുൻഭാഗത്ത്, ശരീരത്തിൻ്റെ മുൻഭാഗത്ത് വളയങ്ങൾ. വാലിന് നല്ല കറുപ്പ്. ഓക്കെ, രാജവെമ്പാലയ്ക്ക്. ഇനി ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ. എന്താണ് ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ? നല്ല കളർഫുൾ ആയിട്ടുണ്ട് കണ്ടിട്ട്. ശരീരത്തിന് കുറുകെ തെളിഞ്ഞ വെള്ള വരകൾ, കറുത്തിരുണ്ട നിറം. അപ്പം നല്ല കറുത്തിരുണ്ട നിറവും ശരീരത്തിന് കുറുകെ എന്താണ്, വെള്ള നിറത്തിലുള്ള വരകൾ. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, വെള്ളിക്കെട്ടൻ അല്ലെങ്കിൽ ശംഖുവരയൻ എന്ന് പറയുന്നത്. ശംഖുവരയൻ അഥവാ വെള്ളിക്കെട്ടൻ. അടുത്ത നോക്കിയേ, അണലി. അണലി എന്തെന്ന് പറയുന്നു, ചേനത്തണ്ടൻ. എൻ്റെ പുറം കണ്ടോ, ചേനയുടെ തണ്ട് പോലെ ഇരിക്കുന്നത്. കളർ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. അണലി അഥവാ ചേനത്തണ്ടൻ. ത്രികോണാകൃതിയിലുള്ള വലിയ തല. അപ്പോൾ അണലിക്ക് എന്താണ്, ത്രികോണാകൃതിയിലുള്ള വലിയ തല. ശരീരത്തിൽ ചങ്ങല പോലെ പുള്ളികൾ. ശരീരത്തിൽ ചങ്ങല പോലെയുള്ള പുള്ളികൾ. കടൽപ്പാമ്പ് അഥവാ വലകടിയൻ. വാല് പരന്നതും തുടയുടെ ആകൃതിയിലുള്ളതുമാണ് എന്ത്, കടൽപ്പാമ്പുകൾ അല്ലെങ്കിൽ വലകടിയൻ. പുറത്ത് വൃത്താകൃതിയിലുള്ള ഇരുണ്ട വളയങ്ങളുണ്ട്. ഇരുണ്ട വളയങ്ങൾ. ഓക്കെ, അവന് നല്ല കളർഫുള്ളാണ് കാണാനായിട്ട്.
കൂടുതൽ പാമ്പുകളും വിഷമില്ലാത്തവയാണ്. കേരളത്തിൽ കാണുന്നവയിൽ ആകെ 5 ഇനം പാമ്പുകൾക്കേ വിഷമുള്ളൂ. ഏതൊക്കെയാണ് 5 ഇനം പാമ്പുകൾ? ഏതൊക്കെയാണ്? മൂർഖൻ, രാജവെമ്പാല, ശംഖുവരയൻ അഥവാ വെള്ളിക്കട്ടൻ, അണലി അഥവാ ചേനത്തണ്ടൻ, കടൽപ്പാമ്പ് അഥവാ വലകടിയൻ. ഓക്കെ, ഇനി പാമ്പ് കടിയേറ്റാൽ എന്ത് ചെയ്യണം? കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ഓക്കെ, മുറിവുണ്ടാക്കാനും പാടില്ല, വിഷം വലിച്ചെടുക്കാനും പാടില്ല. കടിയേറ്റയാളെ പരിഭ്രമിപ്പിക്കരുത്, സമാധാനിപ്പിച്ച് ശാന്തത പാലിക്കാൻ സഹായിക്കണം. ഓക്കെ, ഉടനെ ആശുപത്രിയിൽ എത്തിക്കണം. അപ്പം ഇതാണ് പാമ്പ് കടിയേറ്റാൽ ഉടനെ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ ഒരു ഫയർവുമൻ്റെ ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. അപ്പം അതിനകത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ എന്തൊക്കെയാണെന്ന്. അത് ഞാൻ ആൻസർ വായിക്കാം. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അടിയന്തരമായി ആൻറ്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കുക. ഓക്കെ, അപ്പം ആദ്യമേ കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കിയോ വിഷം വരച്ചെടുക്കാൻ ശ്രമിക്കുകയൊന്നും ചെയ്യരുത്. എന്നിട്ട് എന്ത് വേണം? ആളെ അടിയന്തരമായിട്ട് ആൻറ്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ, കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്നും താഴ്ത്തി വെക്കണം. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്ന് താഴ്ത്തി വെക്കണം. നടക്കാൻ അനുവദിക്കാതിരിക്കുക. അപ്പം നടക്കാൻ അനുവദിക്കരുത്. കടിയേറ്റ ഭാഗം എന്താ വേണം? ഹൃദയനിരപ്പിൽ നിന്നും താഴ്ത്തി വെക്കണം. അടിയന്തരമായി ആൻറ്റിവെനം കുത്തിവെക്കാൻ സൗകര്യമുള്ള ആശുപത്രിയിൽ എത്തിക്കണം. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ചിലപ്പം നമുക്ക് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കൂട്ടത്തിൽ ഇത് വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. ഓക്കെ, അപ്പം കടിയേറ്റ ഭാഗത്ത് മുറിവുണ്ടാക്കുകയോ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. ആളെ പരിഭ്രമിപ്പിക്കരുത്. ഉടനെ എന്ത് വേണം? ആശുപത്രിയിൽ എത്തിക്കണം. പിന്നീട് അടിയന്തരമായി ആൻറ്റിവെനം കുത്തിവെക്കണം. അടിയന്തരമായി എന്ത് വേണം? ആൻറ്റിവെനം കുത്തിവെക്കണം. കടിയേറ്റ ഭാഗം ഹൃദയനിരപ്പിൽ നിന്നും താഴ്ത്തി വെക്കണം. നടക്കാൻ അനുവദിക്കരുത്. ഓക്കെ, അപ്പം PYQൻ്റെ ഇമ്പോർട്ടൻസ് കണ്ടോ? അപ്പം നമ്മുടെ ചാനലിൽ PYQ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. ഓൾട്ടർനേറ്റ് ഡേയ്സ് ആയിട്ട് PYQ ഡിസ്കഷൻസും SCRT ക്ലാസ്സസുമാണ് പോകുന്നത്. അപ്പം നിങ്ങൾ PYQ ക്ലാസ്സസ് കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കുക. ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. പ്ലേലിസ്റ്റ് കയറി കണ്ടു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഓക്കെ, അപ്പം ഒന്ന് നിങ്ങൾ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ശരി, അടുത്ത നോക്കിയേ, തൂവൽ കുപ്പായക്കാർ. എന്താണ്? പക്ഷികളെക്കുറിച്ച് പറയാൻ പറഞ്ഞിരിക്കുകയാണ്. കുട്ടികളുടെ അടുത്ത് പക്ഷികളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അതൊക്കെ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. കുറച്ച് കീ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പം എന്താണ് പക്ഷികൾ? ചിറകുകളും കൊക്കുകളുമുള്ള, ശരീരം തൂവൽ മൂടിയിട്ടുള്ള, മുട്ടയിടുന്ന, നട്ടലുള്ള ജീവികളാണെന്ത്? പക്ഷികൾ. ഓക്കെ, അപ്പം ശരീരം മുഴുവൻ എന്തുള്ള മൂടിയിട്ടുള്ള, തൂവൽ കൊണ്ട് മൂടിയിട്ടുള്ള, ചിറകുകളും കൊക്കുമുള്ള, മുട്ടയിടുന്ന, നട്ടലുള്ള ജീവികളാണെന്ത്? പക്ഷികൾ. ഓക്കെ, പക്ഷിയുടെ നിറം എന്താണ്? പല നിറത്തിലുണ്ടല്ലേ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സസ്തനികൾ, മാമൽസ്. ഞങ്ങൾക്കെല്ലാം പൊതുവായ ചില സവിശേഷതകളുണ്ട്. എന്തെല്ലാമാണെന്ന് പറയാവോ? എന്തൊക്കെയാണ് സസ്തനികളുടെ പ്രത്യേകത? ചെവിക്കൂടെ ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെവിക്കൂടെ ഉണ്ട്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെയാണ് സസ്തനികൾ എന്ന് പറയുന്നത്. ആരൊക്കെ വരും സസ്തനികളിൽ? മനുഷ്യർ വരുമല്ലേ. മനുഷ്യർ, മുയൽ, നായ, പൂച്ച, പന്നി, ഇവയെല്ലാം എന്താണ്? സസ്തനികളാണ്. ഓക്കെ, ഇനി നോക്കിയേ, കുറച്ച് ജീവികളെ കൊടുത്തിട്ടുണ്ട്. ഇവരും സസ്തനികളാണെന്ന്. ഓക്കെ, തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ, ഇവരുമൊക്കെ എന്താണ്? സസ്തനികളാണ്. അപ്പം കൂട്ടത്തിൽ പെടുന്നത് ഏത്, പെടാത്തത് ഏതെന്നും പറഞ്ഞ് നമുക്ക് എക്സാമിന് ചോദിക്കാം. അപ്പം തിമിംഗലം, ഡോൾഫിൻ, വവ്വാൽ, നീർനായ തുടങ്ങിയവയും സസ്തനികളാണ്. കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് സസ്തനികൾ. ഓക്കെ, ചില സസ്തനികൾ വളർത്തുമൃഗങ്ങളാണല്ലോ. ഓക്കെ, എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്? എന്തെല്ലാം ആവശ്യത്തിനാണ്? മാംസത്തിനും പാലിനും മുട്ടയ്ക്കും ഒക്കെ വളർത്താറുണ്ടല്ലേ. വളർത്തുമൃഗങ്ങൾ ഉപകാരികളാണെങ്കിലും അവയിൽ നിന്ന് മനുഷ്യർക്ക് രോഗങ്ങൾ പകരാറുണ്ടല്ലോ അല്ലേ. പേവിഷബാധ അങ്ങനെ പകരുന്ന ഒരുതരം രോഗമാണ് അല്ലേ പേവിഷബാധ. പൂച്ചയിൽ നിന്നും പട്ടിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും ഉണ്ടാകാം. ഓക്കെ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം നട്ടെല്ലുണ്ട്. ഓക്കെ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരകങ്ങൾ, പക്ഷികൾ, സസ്തനികൾ എന്നീ വിഭാഗങ്ങളിലെ ജീവികൾക്കെല്ലാം എന്തുണ്ട്? നട്ടെല്ലുണ്ട്. അന്യം നിൽക്കുന്ന ജീവികൾ. ഭൂമിയിൽ മുമ്പുണ്ടായിരുന്ന പല ജീവികളും പല കാരണങ്ങളാൽ ഇല്ലാതായിട്ടുണ്ട്. അതിൽ അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങളാൽ മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. ഓക്കെ, അപ്പം അന്യം നിന്ന് പോയ കുറേ ജീവികളുണ്ട് അല്ലേ. അവ എന്തൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്? അതിശൈത്യം, വരൾച്ച, ഉൽക്കാപതനം, രോഗവ്യാപനം, അഗ്നിപർവ്വത സ്ഫോടനം തുടങ്ങിയ കാരണങ്ങൾ
മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ളവയല്ല. ഇതൊന്നും മനുഷ്യൻ്റെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. എന്നാൽ ജീവികളുടെ വംശനാശത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നായ ആവാസ വ്യവസ്ഥയുടെ നാശത്തിൽ മനുഷ്യനും പങ്കുണ്ട്. ഓക്കെ, ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനം നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ചില ജീവികളെ പരിചയപ്പെടൂ. ഇതാണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ കണ്ടോ? കടുവ, ചിലന്തി, മണവാട്ടിത്തവള, ഈനാമ്പേച്ചി, ഇവരൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. ഓക്കെ, ഇനി ജീവികളും അന്ധവിശ്വാസങ്ങളും. ഇതേണ്ടേ വെള്ളിമൂങ്ങയുടെയും ഇരുതലമൂരി, നക്ഷത്രയാമ, സർപ്പം, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവയായിട്ട് ബന്ധപ്പെട്ടൊക്കെ കുറേ അന്ധവിശ്വാസങ്ങളുണ്ടല്ലേ. ഈ ജീവികളെക്കുറിച്ച് തെറ്റായ പല ധാരണകളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുക? എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാകും? സാമ്പത്തിക ചൂഷണം ഉണ്ടാക്കും, ജീവികളുടെ വംശനാശത്തിന് കാരണമാകും. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്റർ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം വീണ്ടും ഇനി നമ്മൾ പുതിയ ബേസിക് സയൻസിൻ്റെ ക്ലാസ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, 5th സ്റ്റാൻഡേർഡ് ബേസിക് സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ് മുതൽ നമ്മൾ സോഷ്യൽ സയൻസാണ് എടുക്കുന്നത്. അപ്പം ബേസിക് സയൻസിൻ്റെ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ഞാൻ പ്ലേലിസ്റ്റ് ഇവിടെ കൊടുത്തിരിക്കാം. ഓക്കെ, കയറി കണ്ട് നോക്കുക. ഇനിയുള്ള എക്സാംസിന് പുതിയ ടെക്സ്റ്റ് ബേസ് ചെയ്തും തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും. 2 ടെക്സ്റ്റിൽ നിന്നും കാണും. അപ്പം നമ്മൾ പഴയ ടെക്സ്റ്റിനകത്തുള്ള പാഠഭാഗങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഫാക്ട്സും കണക്റ്റഡ് ഫാക്ട്സും എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, അപ്പം കാണാത്തവർ കയറി കണ്ടു നോക്കുക. അപ്പം നാളെ മുതൽ നമുക്ക് സോഷ്യൽ സയൻസ് തുടങ്ങാം. ഓക്കെ, പതുക്കെ നമുക്ക് കംപ്ലീറ്റ് ആക്കി അങ്ങ് പോകാം. ഇപ്പോഴേ പഠിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിവിഷനും മതിയായ സമയം കിട്ടും. ഓക്കെ, PYQ ഡിസ്കഷൻസ് നിങ്ങളെല്ലാം കണ്ടു നോക്കുക. ഉപകാരമാകുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.